Okay. So രണ്ട് ബോഡീസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. യു ഹാവ് 2 ബോഡീസ്. ഓക്കെ. സോ ഈ രണ്ട് ബോഡി M1 ആൻഡ് M2 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. M1ഉം M2ഉം തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു R ഡിസ്റ്റൻസിലാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. സോ ദി 2 masses are separated by a distance of R. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എപ്പോഴും ഓർത്ത് വെക്കുക. ദിസ് ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ഓക്കെ. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ്. രണ്ട് ബോഡീസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനാണ് R എന്ന് പറയുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെന്റർ ഓഫ് മാസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ബോഡിയിലാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പൊ ഇതേപോലെ ഒരു വളരെ ഇറഗുലർ ആയിട്ടുള്ള രണ്ട് ബോഡീസ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു R ഡിസ്റ്റൻസ് സെപ്പറേഷനിലാണ് ഉള്ളതെങ്കിൽ ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. So gravitational force is actually found out between the bodies whose center of mass or center of gravity can be determined. അത് നോക്കണം. അതുകൊണ്ടാണ് അധിക ഡയഗ്രത്തിലും ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിൽ അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ. സോ ദിസ് ബോഡി വിൽ ബി ആക്ടിങ് എ ഫോഴ്സ് F. ഇയാൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇയാൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഈ ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ദിസ് ഫോഴ്സ് ഇസ് കോൾഡ് ആസ് ഗ്രാവിറ്റേഷണൽ force. Okay. Appa gravitational force can either be the force of attraction or it can either be the force of repulsion. Okay. So the gravitational force acting between M1 and M2, M1 M2 തമ്മിലുള്ള ആ ഒരു ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദർ മാസസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദർ ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ലേ? അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഇട്ടിട്ട് നമ്മൾ എന്ത് പറയും? F is proportional to M1 M2 by R square എന്ന് പറയും. പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കും. ആ കോൺസ്റ്റന്റ് G ആണ്. G M1 M2 by R square എന്നാണ് നമ്മുടെ എന്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ. സോ വേർ G is universal എന്താ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ. സോ ദ G is called as universal gravitational കോൺസ്റ്റന്റ്. ഇയാളാണ് നമ്മുടെ G. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇവിടെ M1 എന്ന് പറയുന്നത് ഒരു 1 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ, ഒരു യൂണിറ്റ് മാസ് ആണ്. അതേപോലെ തന്നെ M2ഉം യൂണിറ്റ് മാസ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R സമം 1 മീറ്റർ. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇക്വേഷനിൽ G ഇൻറ്റു 1 ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ വരും അല്ലെ. അതായത് G ഈസ് ഈക്വൽ ടു F എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതായത് രണ്ട് യൂണിറ്റ് മാസസ് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്താൽ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? G എന്ന് പറഞ്ഞാൽ G ഈസ് എന്താ ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു യൂണിറ്റ് മാസസ് kept at unit distance apart. അത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നത് മാത്രമാണ്. ഓക്കെ. സോ നിങ്ങൾ വൈകി ജോയിൻ ചെയ്തവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സൗണ്ടിലൊന്നും വ്യത്യാസം വരുന്നില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഓക്കെ. സോ എന്നെ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്നെ ഇതെല്ലാം പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി നോട്ട് ചെയ്യാം. അപ്പോ എന്താ പറയാ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആക്ച്വലി ഹാപ്പൻസ് ബിറ്റ്വീൻ ടു ക്വാണ്ടേനിയസ് മാസസ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ. ആ ടേമിന്റെ പേര് ക്വാണ്ടേനിയസ് മാസസ് എന്നാണ് പറയുക. എന്താ ക്വാണ്ടേനിയസ് മാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? ക്വാണ്ടേനിയസ് മാസ് എന്ന് പറഞ്ഞാൽ ഏതൊരു മാസിന്റെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നോ ആ വസ്തുവിനെയാണ് നമ്മൾ ക്വാണ്ടേനിയസ് മാസ്. അപ്പോൾ ക്വാണ്ടേനിയസ് മാസസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ടേം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാന്ന് മനസ്സിലാക്കുക. ഏത് മാസിന്റെ ആണോ സെന്റർ ഓഫ് മാസ്, ഏത് വസ്തുവിന്റെ ആണോ സെന്റർ ഓഫ് മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക, അവയാണ് നമ്മൾ ക്വാണ്ടേനിയസ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് ദ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ G എന്ത് വരും ഇക്വേഷൻ? G ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ M1
m2 നേരെ തല തിരിച്ചു വരും അല്ലെ നേരത്തെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ്. ആറിന്റെ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്, മീറ്റർ സ്ക്വയർ ആണ്. പെർ മാസ് കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം kg സ്ക്വയർ. അപ്പൊ ജിയുടെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. CGS ആണെങ്കിൽ അതെന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബി ഡൈൻ, മീറ്ററിന് പകരം സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗ്രാം, GM എന്ന് എഴുതാം ഞാൻ. ഓക്കെ, ഗ്രാം സ്ക്വയർ. ഓക്കെ, ഡയമെൻഷൻ നോക്കുമ്പോഴോ, ഡയമെൻഷൻ നോക്കാം നമുക്ക്. G ഈസ് ഈക്വൽ ടു ആദ്യം ഫോഴ്സിന്റെ m⁻⁴, L⁻⁴, T⁻⁻². R സ്ക്വയർ ഡിസ്റ്റൻസ് മാത്രമല്ലേ ഉള്ളൂ, L മാത്രമേ ഉള്ളൂ, L സ്ക്വയർ അല്ലെ. അപ്പൊ m⁻⁴, L സ്ക്വയർ, T⁻⁴. ഓക്കെ, ഇനി മാസ് m1 m2 അല്ലേ. m1 m2 എന്ന് പറയുമ്പോൾ m ഉള്ളൂ അല്ലെ, 2 m ഉണ്ട് മാസ്, m സ്ക്വയർ. L ഇല്ല, T ഇല്ല. ഇല്ലാത്തതും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് 0 0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിറ്റ് m⁻⁻⁻⁴, L⁻⁴, T⁻⁻² വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിന് പുറമെ ആക്സലറേഷൻ ഡ്യൂ ടു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾക്ക് അറിയാം, 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആയിരിക്കും. യൂണിറ്റ് എപ്പോഴും ഓർത്ത് വെക്കുക. യൂണിറ്റ് ഓർത്ത് വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, ഇതിൽ നമുക്ക് ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് യൂണിറ്റ് അല്ലെ. ഇക്വേഷനിൽ എന്തായിരുന്നു, F × r²/m1m2. നേരത്തെ ഇക്വേഷനിൽ F ഈസ് ഈക്വൽ ടു G m1m2/r². അപ്പൊ സ്വാഭാവികമായിട്ട് G എന്ത് സംഭവിക്കും, ഈ R ഇങ്ങോട്ട് വരും, M താഴോട്ട് പോകും അല്ലെ. അങ്ങനെ FR²/m1m2 എന്ന് വന്നു. അപ്പൊ Fന്റെ ഇത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ r² മീറ്റർ സ്ക്വയർ ആണ്, ഇതിന്റെ കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പൊ CGS സിസ്റ്റത്തിൽ 9 cm²/s ആണ്. ഡയമെൻഷൻ വരുന്നത് m⁻⁻⁻1 L³ T⁻⁻² ആണ്. ഓക്കെ, ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട എല്ലാവർക്കും അറിയില്ല, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒക്കെ ഡയമെൻഷൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, സോ പിന്നെ ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ദീസ് തിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിന്റെ ഇതിന്റെയൊക്കെ പഠിച്ചു വെച്ചിട്ട് ചെയ്യും. ഓക്കെ, സോ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് വരുന്നത് അല്ലെ യൂണിറ്റ്. ഇനി ഇത് CGS-ലാണെങ്കിൽ എന്നാ സംഭവിക്കുക, ഈ 10⁻⁻11 എന്നുള്ള ആള് പോയിട്ട് അത് ഒരു 10⁻⁻8 ആവും. ഓക്കെ, സോ CGS-ൽ ചോദിക്കാറില്ല, എന്നാലും CGS-ൽ 6.67 ഇൻറ്റു 10⁻⁸ ഡൈൻ cm² പെർ ഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ദിസ് ഇസ് ദ വാല്യൂ. ഈ ജിയുടെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും എന്തിനാന്ന് വെച്ചാൽ, ജിയുടെ വാല്യൂ നമ്മൾ സ്മോൾ ലെറ്റർ ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിക്കും. ഇതിന്റെ വാല്യൂ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ 9.8 m/s² എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വാല്യൂസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ജിയുടെ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, സോ പോയിന്റ്സ് നോക്കിയതിനു ശേഷം നമുക്ക് ഓക്കെ, സോ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, 2 ബോഡി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോ ദിസ് തിങ്, ഇപ്പോ ഇവിടെ നമുക്കൊരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നൊരു മാസമുണ്ട്. ഓക്കെ, സോ എയും ബിയും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവര് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണെന്ന് വിചാരിക്കാം. Okay, so in between these two bodies you have the medium air. Okay, so another situation is you have A and you have B. Okay, so they both act force EF എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് r ആണ്. ഇയാളുടെ നടുക്ക് എന്താ ഉള്ളതെന്ന് അറിയോ, ഇവരുടെ നടുക്ക് വാട്ടർ ആണുള്ളത്. Okay, you have to note the main thing is that the gravitational force is independent of the intervening medium. നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ, ഇൻഡിപെൻഡന്റ്, the gravitational force is independent of എന്താ, intervening medium അല്ലെ, intermediate medium. ഓക്കെ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, പ്ലീസ് നോട്ട് ഡൗൺ. അതായത് 2 ബോഡീസ് തമ്മിൽ എന്തൊരു മീഡിയം വന്നിട്ടുണ്ടെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, FN ആയിട്ട് നിൽക്കും. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ആക്ട് അലോങ് ദി ലൈൻ ജോയിനിങ് ദി സെന്റർ ഓഫ് മാസസ്. നമ്മൾ നേരത്തെ പോയിന്റ് ആണ്. അതായത് ഈ M1ഉം M2ഉം രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെയും സെന്റർ ഓഫ് മാസിന ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് വരിക എന്ന് വിചാരിച്ചോളൂ. ഈ രണ്ട് സെന്റർ ഓഫ് മാസ് എന്നുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഈ ആറിനെ പറയാം അല്ലെ. അപ്പോൾ ആ ഒരു എന്താ പറയാ, ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണ് ആ ഫോഴ്സ് ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ബോഡീസിന്റെയും സെന്ററിനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈന് ആ ഒരു അലോങ് ദാറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is independent of the intervening medium. Next is it act along the line joining the masses. രണ്ട് മാസസിന്റെ സെന്റർ ഓഫ് മാസിനെ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ ആയിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ, അതായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾസോ എ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ? Conservative force is the force in which the work done is work done is zero അല്ല, work done is പാത്ത് ഇൻഡിപെൻഡന്റ്. അതായത് ഒരു എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു പാത്ത്, എന്ത് പാത്ത് അറ്റൈൻ ചെയ്തു നമ്മൾ നോക്കില്ല, ആ പാത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ആ ഫോഴ്സ് വരുന്നത്. ഓക്കെ, സോ യു കൻ, ഇഫ് യു ഡസന്റ് നോ ദ ആൻസർ യു കൻ നോട്ട് ഡൗൺ. കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് വേർ ദ വർക്ക് ഡൺ ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ മൂന്ന് കാര്യങ്ങളാണ്. ഇന്റർമീഡിയറ്റ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, സെന്റർ അലോങ് ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ആക്റ്റീവ്, മൂന്നാമത്തത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഓക്കെ, നമുക്ക് അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ടു സ്ഫിയർ ഓഫ് മാസസ് M and capital M are situated in air. ഓക്കെ, സ്പെല്ലിംഗ് മാറിപ്പോയി. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഇസ് F. അപ്പോ the space around the masses is filled with a liquid of specific gravity 3. Okay, the gravitational force now will be, ഓക്കെ, അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. M, ഒന്നിന്റെ മാസ് ചെറിയ M, ഒന്നിന്റെ മാസ് വലിയ M. ഓക്കെ, ദിസ് ഇസ് M ആൻഡ് ദിസ് ഇസ് M. ഇവരെ തമ്മില് ആദ്യം ഒന്നുമില്ലായിരുന്നു. ദേ ഹാവ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് F ടുവേർഡ്സ് ഈച്ച് അതർ. ഇതിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 0.3 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള എന്ത് ചെയ്തു, ഒരു ഫ്ലൂയിഡ് കൊണ്ടുവന്ന് നിറച്ചു. വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്തായിരിക്കും ക്വസ്റ്റ്യന്റെ ആൻസർ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് എഫ്? കാരണം എന്തായിരുന്നു? എഫ് ആവാനുള്ള കാരണം എന്തായിരുന്നു? എഫ് ആവാനുള്ള കാരണം ഞാനിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റർമീനിങ് മീഡിയം. ഒരു സാധാരണ കുട്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി, അപ്പൊ ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എല്ലാം വെച്ച് അല്ലെ, അപ്പോ എന്നാ മൊത്തത്തിൽ കൊളാക്കി ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ ഒന്നും ചെയ്യരുത്. സോ only this thing is you have to remember this point. The gravitational force is not dependent on the intervening medium. അപ്പോ ഇത് പിന്നെ AIEEE ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. ടു സ്പിയേഴ്സ്, രണ്ട് സ്പിയറിന്റെ മാസ് ഇങ്ങനെയാണ്, അതിന്റെ ഇടയ്ക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ആണ്, നടുക്ക് 0.3 സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചു. വാട്ട് വിൽ ബി ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? സോ ദിസ് ഇസ് എ പോയിന്റ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട പോയിന്റ്, രണ്ട് ബോഡികൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, യു ഹാവ് ടു ബോഡീസ്. ദാറ്റ് ഇസ്, ഇത് എർത്ത് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് നമ്മളെ എർത്ത് ആണ്. ദിസ് ഇസ് എർത്ത് ആൻഡ് ഇത് ഏതോ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് എർത്ത് ആൻഡ് ദിസ് ഇസ് സം അതർ ഒബ്ജക്റ്റ്. സോ ദീസ് ടു ബോഡീസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R. ഓക്കെ, അപ്പോ R ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടെ മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 6 × 10⁻⁴ എത്രയായിരുന്നു? 24 കിലോഗ്രാം ആണ് മാസ് ഓഫ് എർത്ത് അല്ലെ. ഓർത്ത് വെക്കുക. ഈ ബോഡിയുടെ മാസ് 1 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ ഇവിടുന്ന് എർത്ത് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇയാള് തിരിച്ചിങ്ങോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഒരു മ്യൂച്വൽ ഫോഴ്സ് ആണ്, പരസ്പരമുള്ള ഒരു ഫോഴ്സ് ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് there are two bodies. Let's suppose you have Earth and an object. There is a mutual gravitational force between both.
വിച്ച് ഫോഴ്സ് വിൽ ബി ഗ്രേറ്റർ? അല്ലെ, ആ ക്വസ്റ്റ്യൻ ശരിയാണോ? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ തിങ് യു ഹാവ് ടു റിമെമ്പർ ഈസ്, രണ്ട് ബോഡീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. എർത്ത്, ഇയാളെ എർത്ത് ആക്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് F1 ആണ്, ഇയാളെ തിരിച്ച് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് F2 ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് F1 ആൻഡ് F2 വിൽ ബി എന്താ, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓൾവേസ്, ആൻഡ് ഓപ്പോസിറ്റ് മേ ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അതെപ്പോഴും ഓർത്ത് വെക്കുക. അതായത് ഇയാളെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇയാളെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്തായിരിക്കും, വിൽ ബി സെയിം. ഓക്കെ, സോ ദിസ് ഇസ് അനദർ വേർഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. അത് ഓർത്ത് വെക്കുക. ഓൾവേസ് F1 വിൽ ബി ഈക്വൽ ടു F2 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമ്മളെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ, അതായത് Gm1 m2 by r square F is equal to, okay, this law is എന്താ not applicable, എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, this law is not applicable for irregular bodies. Okay, അപ്പൊ ഇറഗുലർ ഷേപ്പ് ഉള്ള ഇറഗുലർ ബോഡീസിനെ നമുക്ക് ഈ ലോ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് അതേപോലത്തെ ഒരാളുണ്ട്, ഇയാളുടെ മാസ് M1 ആണ്, പിന്നെ ഇതേപോലത്തെ ഒരാളുണ്ട്, ഇയാളുടെ മാസ് M2 ആണ്. ഇതിന്റെ ഒന്നും സെന്റർ ഓഫ് ഗ്രാവിറ്റി പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആറിന്റെ വാല്യൂ എക്സാക്ട് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബോഡീസിന് എന്ത് ചെയ്യില്ല, ഗ്രാവിറ്റേഷണൽ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വി വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് ഈസ് F. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് F ആണ്. ഇഫ് ദ മാസസ് ആർ ഡബിൾഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ്ഡ്, ദ ന്യൂ ഫോഴ്സ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്, പിന്നെ എൻട്രൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് എന്നാ, രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് F ആണ്. അപ്പൊ അതിന്റെ മാസസിനെ നമ്മൾ ഡബിൾ ചെയ്യുന്നു, അതായത് M എന്നുള്ളതിനെ നമ്മൾ 2m ആക്കും. ഓക്കെ, ഇഫ് ദ മാസസ് ആർ ഡബിൾ ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ്, ദ ന്യൂ ഫോഴ്സ് ഈസ്, രണ്ട് കേസാണല്ലേ, ഫോഴ്സ് F ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് വിചാരിച്ചോളൂ, ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, G ഇൻറ്റു M1 M2 ബൈ R സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞാൽ നമ്മൾ F ഡാഷ് കൊടുക്കുക അല്ലെ, നമുക്ക് F ഡാഷ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു force between two particles F, masses are doubled, M1 ഉള്ളത് 2 M1 ആയി, M2 എന്നുള്ളത് 2 M2 ആയി അല്ലേ, and distance is halved. ഈ R എന്തായി ഇവിടെ, R by 2 ആയി, the whole square. Okay, so please tell the answer. Answer എത്ര വരിക, 16F വരും അല്ലേ. So the answer will be 16F. Okay, so this will be like this. ഇവിടെ നമുക്കൊന്ന് നോക്കാം. F dash of G is equal to G into 4M1 M2 divided by R square വരും അല്ലേ. 2 square എത്രയാ, by 4. Okay, അപ്പോൾ നമുക്ക് ഇയാളെ മുകളിലേക്ക് പോകും അല്ലേ. This 4 will go upwards towards the numerator. So you will be getting F G അല്ലേ is equal to G into 16 M1 M2 by R square അല്ലേ. അല്ലെ ഞാൻ ഇതിൽ എന്ത് ചെയ്താ, കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്തതാണെങ്കിൽ 16 GM1 M2 by R square. ഈ 16 GM1 M2 by R square ആരായിരുന്നു, this is FG അല്ലേ. So you will be getting the answer of 16F. Okay, so 16F ആയിരിക്കും, അതായത് ആക്ച്വൽ ഫോഴ്സിന്റെ 16. ഓപ്ഷൻ സി ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റിലേക്ക് പോയിക്കൂടെ. ഓപ്ഷൻ സി എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് ഇത് ചോദിക്കാറുണ്ട് അല്ലേ, നിങ്ങളുടെ എൻട്രൻസിന് മാത്രമല്ല നിങ്ങളുടെ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഇസ് വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, the mass M is divided into two parts. Okay, M എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്, ആ മാസിനെ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. Okay, so this is M mass, this is divided into two parts, XM and 1 minus XM. Okay, for a given separation, the value of X for which gravitational attraction between the two pieces becomes, okay, maximum is. അതായത് ഒരു മാസ് ഉണ്ട്, ഈ മാസ് രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, XM ഉം 1 minus XM ഉം. ഓക്കെ, അപ്പോ എത്ര വാല്യൂ എക്സിന് കിട്ടുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാക്സിമം ആവുന്നത്. ഒരു മാസിനെ രണ്ട് കഷ്ണാക്കി, ആ ഉണ്ടാക്കിയ കഷ്ണങ്ങൾ XM ഉം 1 minus XM ഉം.
ഓക്കെ, ഈ രണ്ട് കഷ്ണങ്ങൾ തമ്മിൽ ഏറ്റവും മാക്സിമം അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പം കിട്ടണം, അങ്ങനെ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കോമൺ സെൻസ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിക്ക് ഐദർ യു ക്യാൻ ഡു ബൈ ഡിഫറൻസിയേഷൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാം. ഓപ്ഷൻസ് 1/2, 3/5, 1, 2. നിങ്ങൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചില കുട്ടികൾ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് പഠിച്ചിട്ടാണ് ആൻസർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓക്കെ, ആലോചിച്ച് നോക്കൂ എന്താ സംഭവിക്കുന്നത്. ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുക. ഐദർ യു ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് മാക്സിമ കോൺസെപ്റ്റ് ഓർ യു ക്യാൻ യൂസ് ദി ഡിഫറൻസിയേഷൻ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഡിഫറൻസിയേഷൻ മോഡിൽ ഞാൻ പറഞ്ഞുതരാം. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. എന്തായിരുന്നു? F is equal to, okay, so you know the equation. F is equal to G into M1 M2 by R square. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോഴ്സ് കൂടി എന്ന എക്സ് എമ്മും അല്ലെ, ഇയാൾ രണ്ട് പാർട്ടായിട്ട് മാസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനിൽ പറഞ്ഞു. ദിസ് ഇസ് എക്സ് എം, ദിസ് ഇസ് 1 minus x into m. Okay, so you will be getting G into xm into 1 minus x into m divided by r square. Okay, so idinu onnum koodi onnu expand cheyumbo you will be getting G into xm undu, ide xm undu, minus 1 undu, so you will be getting G into m square. Okay, so G into m square, x into 1 minus x whole divided by value of G. For maximum value of G you will be getting df by dx equal to 0 ആയിരിക്കണം അല്ലെ. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ യാതൊരു വ്യത്യാസം ഇല്ലാത്ത സമയത്താണ് മാക്സിമം എന്താ ജി വാല്യൂ കിട്ടുക, df by d. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് therefore d by dx of എന്നാ വരുക G m square x into 1 minus x divided by r square സമം 0 വരും അല്ലെ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? d by dx of ഏകദേശം x അല്ലെ, ഇതെല്ലാം വെട്ടിപ്പോയി x into 1 minus x square കിട്ടും. അതായത് x minus x അല്ലേ ബാക്കി ഉണ്ടാവും. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഈ രണ്ടാൾ കോൺസ്റ്റന്റ് ആണ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പോൾ x minus x square ഉണ്ടാവുള്ളൂ ബാക്കി അല്ലെ. So x minus x square ബാക്കി ഉണ്ടാവും. You will be getting d by dx of x is equal to 1 minus x square is equal to 2x. അപ്പോൾ you will be getting x is equal to 1 by 2. മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് തന്ന മാസിന്റെ രണ്ട് ഡിവിഷന് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം ഓക്കെ, മാക്സിമം ആവണമെങ്കിൽ ഈ ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് ഈ ഡി ബൈ ഡി ടി അല്ലെ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസിയേഷൻസ് ആണെന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു സംതിങ്. ഓക്കെ, ഇവിടെ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എന്നാണ് ഇയാളെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത ഘട്ടത്തിലല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാക്സിമം വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡി എഫ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് 0 എടുത്തത്. അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംവെയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസൻ ചേഞ്ച് അറ്റ് ഓൾ. ദാറ്റ് ഈസ് മാക്സിമം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് നമുക്ക് മൊത്തം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇങ്ങനെ കിട്ടി 1 minus x കിട്ടി, x is equal to 1 by 2 കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് വൺ വേ. ഓക്കെ, അനദർ വേ ഈസ് യു ക്യാൻ ഡയറക്ട്ലി സീ ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ അതിൽ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എക്സ് എം പിന്നെ 1 minus x m അല്ലെ. അല്ലെങ്കിൽ നമുക്കത് ഒന്നും കൂടി ഇക്വേഷൻ ആയിട്ട് വൃത്തിക്ക് എഴുതുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എക്സ് എം ഒരു ഭാഗത്തെ മാസ്, രണ്ടാമത്തെ ഭാഗത്തെ മാസ് എം മൈനസ് എം എക്സ് അല്ലെ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതേ സാധനം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ ഏറ്റവും മാക്സിമം എന്താ പ്രോഡക്റ്റ് മാക്സിമ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. ഏറ്റവും മാക്സിമം പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം കോൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് മാക്സിമ ഈസ് രണ്ട് വസ്തുക്കൾ തമ്മിൽ പ്രോഡക്റ്റ് മാക്സിമം കിട്ടണമെങ്കിൽ പ്രൊഡക്റ്റ് മാക്സിമ ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ആയിരിക്കണം അല്ലെ. അപ്പോൾ 1/2 ഇതൊരു ക്വാണ്ടിറ്റി ആണ്, ഇതൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇവർ തമ്മിൽ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇത് രണ്ടും പപ്പാതി ആയിരിക്കണം.
അത് പ്രോഡക്റ്റ് മാക്സിമയിൽ നിങ്ങൾ മാത്സ് പഠിച്ച കാര്യമാണ്. അത് വെച്ച് ലോജിക്കലി നിങ്ങൾക്ക് ഡയറക്റ്റ് 1/2 എന്നുള്ള ആൻസറിലേക്ക് എത്താനും പറ്റും. Okay, so this is based on application of the concept of product maxima. So when you are multiplying two products, so this is two quantities, this is first quantity and this is second quantity. You know that for getting a maximum product maxima, you have each of the quantity should be in the half. അല്ലേ? അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ഹാഫിലേക്ക് എത്തിച്ചേരാം. അല്ലാതെ കൺവെൻഷണൽ മെത്തേഡ് ഈസ് ഡയറക്ട്ലി. സമയം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. സമയം ഉണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ള ഡിഫറൻഷിയേഷനിലൂടെ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അങ്ങനെയാണ്. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോൾവ് ചെയ്ത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. സോൾവ് ചെയ്തത് ഡിഫറൻഷിയേഷൻ ചെയ്യാനൊക്കെ പഠിക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. ഡിഫറൻഷിയേഷന്റെ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സ്റ്റെപ്സ് എഴുതിയെടുത്തിട്ടുണ്ടോ? സ്റ്റെപ്പ് എഴുതിയെടുത്തോളൂ. അറിയാത്ത കുട്ടികൾ ദയവേത് സ്റ്റെപ്സ് എഴുതിയെടുക്കുക. ഓക്കെ ഓക്കെ, സോ വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The mass of moon is 1.2% mass of earth. Compared to the gravitational force exerted by earth on moon, the gravitational force exerted by moon on earth will be. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്ന് വിചാരിക്കുന്നു. ഇത് കമ്പയറിംഗ് ആണ്. ഓക്കെ, the mass of moon is 1.2% the mass of earth. മൂണിന്റെ മാസ് എർത്തിന്റെ മാസിനെക്കാളും എർത്തിന്റെ മാസിന്റെ വെറും 1.2% ഉള്ളൂ. ഓക്കെ, അപ്പോ ചന്ദ്രൻ ഭൂമിയിലേക്ക് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഭൂമി ചന്ദ്രനിലേക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ മൂൺ comparing to the gravitational force exerted by earth on moon, the gravitational force exerted by moon on earth will be. എന്തായിരുന്നു? ഞാൻ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചതാ അല്ലേ? എന്തായിരുന്നു? will be, will always, yes of course, will always be the same. Okay, so this is also another significance, another notation of the Newton's law of gravity, sorry, Newton's law of motion അല്ലേ? അപ്പൊ ഇത് എന്താ പറയാ, രണ്ട് ബോഡി തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും രണ്ട് മാസസിനെയും മാത്രമേ സോ എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അതിലപ്പുറത്തേക്ക് ഈ രണ്ട് ഫോഴ്സും എന്താ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയിരിക്കും. സോ ദിസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഓൺ മൂൺ ആൻഡ് മൂൺ ഓൺ എർത്ത് വിൽ റിമെയിൻ ദി സെയിം. ഇറ്റ് ഡസ് നോട്ട് ആക്ച്വലി എന്താ ചേഞ്ച്. ഓക്കെ, അത് വേരി ചെയ്യാൻ പോകുന്നില്ല, അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്തത് വി വിൽ ബി okay, so another question is the gravitational force between two masses does not depend upon. Question നോക്കുക. ഇത് കൂടി നോക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. Gravitational force between two masses does not depend upon. Okay, okay, very good. അല്ലേ? അതായത് എന്താ, സം ഓഫ് മാസസ് അല്ല, പ്രോഡക്റ്റ് ഓഫ് മാസസ് കറക്റ്റ് ആണ് അല്ലെ? ഇപ്പോ M1 M2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കറക്റ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇതും കറക്റ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ സം ഓഫ് ദ മാസസുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ഇല്ല. സോ ആൻസർ ഈസ് എ. ഓക്കെ, ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എന്നല്ല നമ്മളോട് ചോദിച്ചു. സോ ദ ആൻസർ ഈസ് എ. ഓക്കെ, so what we will do is we will go to the next section. So അടുത്ത സെക്ഷനിൽ നമുക്ക് എന്താ പറയാ, വെക്ടർ ഫോം ഓഫ് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നോക്കാം. ഓക്കെ, സോ വെക്ടർ ഫോം ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഇതേ സാധനം നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിക്കുന്നുണ്ട് കേട്ടോ. വെക്ടർ ഫോം ഇത് ഇപ്പൊ അതിലും ഇതിലും കൺഫ്യൂഷൻ, ഇതിൽ പഠിച്ചാൽ തന്നെ മതി ഏകദേശം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ആ കൂളംസ് ലോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചോ, എഫ്. ഓക്കെ, ഈ ഫോഴ്സ് എഫ് ആണ്. ഇവിടെ ഞാൻ താഴെ F12 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ F12 എന്നുള്ളത് ഡിനോട്ട് ചെയ്താൽ ഇതിന്റെ അർത്ഥം എന്താ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 okay due to
2 ആണ്. മനസ്സിലായോ? കുറെ ഒക്കെ നൊട്ടേഷൻ കൺഫ്യൂഷൻ വരും. ഫോഴ്സ് ഓഫ് 1/2, 2/1 ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ടീച്ചർമാർ പറഞ്ഞു തരിക. അപ്പൊ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ഈ 1/2, 2/1 ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സൈഡിൽ ഈ സഫിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അറിയാത്ത കുട്ടികൾ അല്ല കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ. ദിസ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി 1 ഡ്യൂ ടു ദ ബോഡി 2 എന്നാണ് ഈ നൊട്ടേഷന്റെ അർത്ഥം. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ what I will do is I will do 2 bodies. This is our first body. ഇയാൾ M1 മാസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അവർ സെക്കൻഡ് ബോഡി. ഇയാളുടെ മാസ് M2 ആണ്. അപ്പൊ ഇത് ഒന്നാമത്തെ ബോഡിയാണ്, ഇത് രണ്ടാമത്തെ ബോഡിയാണ്. ഓക്കെ, ഇവർ തമ്മിൽ സെന്റർ ഓഫ് മാസിലേക്ക് കൂടി ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലേ? ഈ ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് നോട്ടഡ് ആസ് R. ഓക്കെ, R ആയി. ഇനി ഇയാൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? F(1) experienced by 2 അല്ലേ? This will be acting on this direction, and F(2) force experienced by body 2 due to 1 അത് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, and this is R(1)(2) and this is R(2)(1). ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കാം. ഇങ്ങോട്ട് ഫോഴ്സ് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഇങ്ങനെയാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോകുന്നുണ്ടോ? ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഹിയർ യു ക്യാൻ നോട്ട് ദാറ്റ് F(1)(2) ആൻഡ് R(2)(1) are in the same direction. Okay, and F(2)(1) and same direction. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ വെക്ടർ നൊട്ടേഷനിലേക്കാണ് പോകുന്നത് അല്ലെ? അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു ബോഡിക്കും എന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനും. ഇല്ല, ഈ ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവില്ല, നിങ്ങൾ ഇത് നോട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇഷ്ടം പോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുവരെയുള്ള ഓൾ ഇന്ത്യ എക്സാംസ് നിന്നും നമ്മുടെ നീറ്റ് നിന്നും അങ്ങനെ മറ്റുള്ള എക്സാംസ് നിന്നും ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദീസ് ക്വസ്റ്റ്യൻസ് ആർ ടേക്കൺ ഫ്രം വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് വിച്ച് ആർ ആക്ച്വലി അവർ ചോദിക്കുന്ന ഒരു ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻസ്. അതിൽ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് വെച്ച് എനിക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. ഐ ക്യാൻ ജസ്റ്റ് സോൾവ് ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗോ. ഓക്കെ, സോ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് മേ ബി വി ഹാവ് ടു വർക്ക് ഔട്ട് സച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നോക്കുക. ഓക്കെ, ഓക്കെ, സോ നമുക്കപ്പോൾ നോക്കാം. ഓക്കെ, എല്ലാവരും എന്നാ നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? G is equal to okay, F is equal to G into M1 M2 by R² ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെക്ടർ നൊട്ടേഷനിലേക്ക് എഴുതാൻ പോവാണ് അല്ലെ? അപ്പൊ വെക്ടർ നൊട്ടേഷനിലേക്ക് എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വെക്ടറിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു ഡയറക്ഷനും വേണം അല്ലെ? അപ്പൊ നമ്മൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ G(M1 M2 by R²) ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ R എന്ന് പറയുന്ന സാധനം എന്താ? ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനൊരു എന്താ പറയാ വെക്ടർ നൊട്ടേഷൻ നമുക്ക് ആക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് എ മാഗ്നിറ്റ്യൂഡ് അല്ലെ? 1 മീറ്റർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ R എന്ന് പറയുന്ന സാധനം അല്ലെ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാക്കാൻ നമുക്ക് ഡയറക്ഷൻ ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ? ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ വാട്ട് യു ഡു ഈസ് F(1)(2) എന്നുള്ളതിന്റെ വെക്ടർ ഇക്വേഷൻ വിൽ ബി മൈനസ് ഓഫ് G(M1 M2) by R² ഇൻറ്റു ആ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് R. F(1)(2) R(2)(1) ആണ് അല്ലെ? R(2)(1). ഓക്കെ, സോ ഇതായിരിക്കും F എക്സ്പീരിയൻസ്ഡ് ബൈ 1/2. അതേപോലെ F എക്സ്പീരിയൻസ്ഡ് ബൈ 2/1 വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് G(M1 M2) by R² ഇൻറ്റു R(1)(2). ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എഫിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ആറിന്റെ ഡയറക്ഷൻ നോക്കുന്നത്. ഇനി ഇവിടെ ഇത് എന്തിനാ ഉപയോഗിച്ചെന്നുള്ളത് എന്നെ ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? R cap എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ R cap എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു നിങ്ങളുടെ ഒരു പേര് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ സപ്പോസ് ലാസ്റ്റ് നമുക്ക് ഇവിടെ കമന്റ് ചെയ്തത് ആരാ? മേഘ ജോസഫ് ആണ് അല്ലെ? അപ്പൊ മേഘ ജോസഫിന്റെ പേര് നമുക്ക് എടുക്കാം. ഇവിടെ നോക്കുക. സോ ഈ കുട്ടിയുടെ പേര് മേഘ ജോസഫ് എന്നാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ consider that Megha is the magnitude, okay,
ആൻഡ് ജോസഫ് ഈസ് ദി ഡയറക്ഷൻ. ഇതാണ് ഈ കുട്ടിയുടെ പേരിൽ. മേഘ എന്ന് പറയുന്ന പേര് മാഗ്നിറ്റ്യൂഡ് ആണ്, ജോസഫ് എന്ന് പറയുന്ന പേര് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മേഘേനെ പിടിച്ചിട്ട് ഡയറക്ഷൻ ആക്കി മാറ്റണം എന്ന് വിചാരിച്ചോ. സോ വാട്ട് യു ഡു ഈസ് മേഘ ജോസഫ് ബൈ മേഘ എന്ന് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഈ മേഘയും വെട്ടിപ്പോയി, അതെന്തായി മാറി? ജോസഫ് ആയി മാറി. ദാറ്റ് ഈസ് ഇവിടെ 1 ജോസഫ് എന്ന് വരും. അതായത് ദിസ് ബിക്കംസ് എ യൂണിറ്റ് വെക്ടർ. അതുകൊണ്ടാണ് ഇവിടെ R21 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ബിക്കോസ് R21 എന്ന് പറയുന്നത് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു കമോഡിറ്റിയാണ്. ഇതിനെ ഡയറക്ഷൻ ഉള്ള ഒരു കമോഡിറ്റി ആക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു വെക്ടർ ക്വാണ്ടിറ്റി ആക്കാൻ, വാട്ട് യു ഡിഡ് ഈസ് യു ടുക്ക് ദ യൂണിറ്റ് വെക്ടർ ഓഫ് ദിസ് R21. അതാണ് എന്ത് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. മനസ്സിലായോ കോൺസെപ്റ്റ്? വൈ യു ടുക്ക് ദ യൂണിറ്റ് വെക്ടർ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, അതായത് ഇവിടെ ഉള്ള ഫോഴ്സ്, ഓക്കെ, ഇവിടെയുള്ള ഫോഴ്സ് എപ്പോൾ എല്ലാ ഫോഴ്സും അബൌട്ട് ദ സെന്റർ അല്ലേ ആക്ട് ചെയ്യുക. അപ്പോ F12 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ഇതിന്റെ നടുക്കേക്കല്ലേ സെന്റർ ഓഫ് മാസ് എന്നല്ലേ പറയാ. F12 കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ R12 ഇതിന്റെ നടുക്കേക്ക് പോവാ. ഓക്കെ, അബൌട്ട് ദ സെന്റർ, നടുക്കുന്നല്ലേ നമ്മൾ ദൂരം എടുക്കുന്നത്. അപ്പൊ എപ്പോഴും ആറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും വരിക, നടുക്കേക്കായിരിക്കും വരിക. മനസ്സിലായോ? ആരായിരുന്നു? ക്രിസ്റ്റി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് സെന്ററിൽ നിന്നാണ് ഡിസ്റ്റൻസ് അളക്കാൻ തുടങ്ങുന്നത്. അപ്പൊ സെന്ററിലേക്കല്ലേ അതിന്റെ എറോ മാർക്ക് വരിക. നടുക്കുന്നാണ് അളവ് തുടങ്ങുന്നത്, അതാണ് സെന്ററിലേക്ക് എറോ മാർക്ക്. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ഔട്ട് ദ വെക്ടർ നോട്ടേഷൻ. വെക്ടർ നോട്ടേഷൻ എല്ലാവരും നോട്ട് ചെയ്തിരുന്നു. ഈ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് സൈൻ ഷോസ് എന്താ, the unit vector is acting opposite to the direction of the force. Okay, നോട്ട് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നോട്ട് ചെയ്തോ എല്ലാവരും? ബാക്കിയുള്ള സ്റ്റുഡൻസും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, നിങ്ങളെ ചാറ്റ് ബോക്സ് എടുത്തിട്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നെങ്കിലും? ഓക്കെ, നിങ്ങൾക്ക് എന്നെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡൗട്ട് ദയവേത് ടൈപ്പ് ചെയ്ത് അയക്കുക, ഓഡിയോ മെസ്സേജ് അയക്കരുത്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ നെഗറ്റീവ് സൈൻ വന്നതിൻ്റെ കാരണം അത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്. ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ യൂണിറ്റ് വെക്ടർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൈനസ് സൈൻ. അത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആണെന്നല്ല അതിന്റെ അർത്ഥം. അതൊരു ജസ്റ്റ് ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ഇറ്റ് ആക്ട്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഫോഴ്സ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്, യു ക്യാൻ കോൺടാക്ട്, യു ക്യാൻ സെൻഡ് മെസ്സേജ് പേഴ്സണലി. അതായത് എവിടെ നിന്നൊക്കെയോ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ ചോദിക്കേണ്ട. നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സെക്ഷൻ ഉണ്ടെങ്കിൽ, പഠിക്കുമ്പോൾ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, യു ക്യാൻ ഗെറ്റ് ദ നമ്പർ ഫ്രം ദി WhatsApp contact. Okay, so next one is what we will do is അടുത്തത് നമുക്ക് വെക്ടർ ഫോം നോക്കി നമുക്ക് ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കാം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FG എന്ന് എഴുതാം അല്ലേ. സോ നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്കതിന് സ്വാഭാവികമായിട്ട് 3 മാസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. So this is M3, this is M2, this is M1. Okay, so now ഇയാൾ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇയാൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഓക്കെ, സോ this M3 will be acting a mutual force to M2 and M1 അല്ലെ. അപ്പൊ ഈ രണ്ട് ഫോഴ്സിന്റെയും ആക്ച്വലി റിസൾട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റേ റെസൊല്യൂഷൻ, ലോ ഓഫ് റെസൊല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം അതിന്റെ ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗത്തേക്കായിരിക്കും ആക്ട് ചെയ്യുക അല്ലെ. ദിസ് വിൽ ബി F റിസൾട്ടന്റ്. ഓക്കെ, ദിസ് വിൽ ബി എന്താ പറയാ, ദിസ് ഇസ് 3, ദിസ് ഇസ് 1, ദിസ് ഇസ് 2. അപ്പൊ ഇത് F ഓഫ് 3 experienced by 1 ആണ്, this is F of 3 experienced by 2 ആണ്, this is F resultant. So F resultant will be acting along this direction. Okay, ഇത് കുറച്ചും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോണും കിട്ടും അല്ലെ, ഇവിടെ ഒരു ആംഗിൾ തീറ്റ ആംഗിളും കിട്ടും. Okay, so this FR is actually, what is FR? FR is the vector sum of F32 and F31. Okay, so
എന്താ പറയുന്നത് വെച്ചാൽ ദ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ അതായത് നമുക്ക് പിന്നെ മനസ്സിലാകുന്നത് എന്താ ഇതിൽ നിന്ന് വെച്ചാൽ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഡ്യൂ ടു എ നമ്പർ ഓഫ് പോയിന്റ് മാസസ്. ഓക്കെ, ഒരുപാട് പോയിന്റ് മാസസ് ഇതിന് ചുറ്റുമുണ്ട്. M2 M1 ഒക്കെ ഉണ്ട്, M3ക്ക് ചുറ്റും എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന M3 എക്സ്പീരിയൻസ് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? വിൽ ബി റിസൾട്ടന്റ് ഫോഴ്സ് F resultant will be equal to sum of the individual forces ആയിരിക്കും. Okay, F1 plus F2 plus F3 plus അങ്ങനെ ആയിരിക്കും. This is called as a principle of superposition of gravitational force. Resultant force Fg, okay, അല്ലെ FR, അല്ലെ വെറും R റിസൾട്ടന്റ് എടുത്താലും acting on a particle due to a number of point masses, okay, will be equal to the vector sum of the individual അതായിരിക്കും ഫോഴ്സസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇതാ ഇവിടെ കുറച്ചും കൂടി വൃത്തിക്ക് ഞാൻ വരച്ചാൽ ഇവിടെ M1 ഉണ്ട്, ഓക്കെ, ഇവിടെ M2 ഉണ്ട്, ഇവിടെ അടുത്തത് M3 ഉണ്ട്, ഓക്കെ. സോ നടുക്കായിട്ട് നമുക്ക് M0 ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ദർ ഇസ് എ ഫോഴ്സ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആൻഡ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഈസ് F എക്സ്പീരിയൻസ് ബൈ 0/2, F01, F03. ഈ മൂന്ന് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് F is equal to ടോട്ടൽ ഫോഴ്സ് F is equal to F01 plus F02 plus F03 ആയിരിക്കും. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. മനസ്സിലായെങ്കിൽ നമുക്ക് നോട്ട് ചെയ്തോ, നോട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഞാൻ വരച്ച തെറ്റിപ്പോയിണ്ടോ? F12 and R21 are in same direction. അതെ, ഞാൻ എന്താ വരച്ച തെറ്റിപ്പോയിണ്ടോ? ഇല്ലല്ലോ. അതായത് F12 എടുക്കുന്നത് സെന്ററിൽ നിന്ന് അങ്ങോട്ടാണ്, R21 എടുക്കുന്നത് ടുവേർഡ്സ് ദ സെന്റർ ആണ്. കോൺസെപ്റ്റ് മനസ്സിലായോ? അതാണ് നെഗറ്റീവ് എടുത്തത്. ഇത് നോക്കുമ്പോൾ ഒരു ബോഡീന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടും അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എടുക്കുമ്പോൾ നമ്മൾ സൈന് നേരെ ഓപ്പോസിറ്റ് ആക്കും. അങ്ങനെയല്ല യൂണിറ്റ് വെക്ടർ എടുക്കുക. എനിക്ക് ആ യൂണിറ്റ് വെക്ടറിന്റെ കോൺസെപ്റ്റ് ശരിക്കും മാത്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. വെൻ യു ടേക്ക് ദ യൂണിറ്റ് വെക്ടർ യു ടേക്ക് ചേഞ്ച് ദ സൈൻ. ലാസ്റ്റ് നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ മോഡുലസ് ഒക്കെ വെച്ചിട്ടാണ് ഇക്വേഷൻ എഴുതുക. Okay, okay, fine. Okay. So, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുമോ? Okay. Okay, we'll pass on to next question. Okay, so next question is 3 identical point masses, each of mass 1 kg, lie on the xy plane at points 0, 0, 0, 0.2, 0.20 meters. The net gravitational force on the mass at the origin is. നിങ്ങൾക്ക് ഒരു XY ആക്സിസ് പ്ലെയിൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഇതായതുകൊണ്ട് ഞാൻ ഓപ്ഷൻ എഴുതിയിട്ടില്ലായിരുന്നു. ഐ വിൽ റൈറ്റ് ദ ഓപ്ഷൻ GM square divided by A square into J. Okay, B will be root of 2GM square by A square minus J. C എന്ന് പറയുന്നത് root of 3GM square by A square minus J. D എന്ന് പറയുന്നത് none of this. Okay, so these are the options. Okay, this is A, this is B, this is C, this is D. വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യു ഹാവ് 3 ഐഡന്റിക്കൽ മാസസ്, MMM 3 ഐഡന്റിക്കൽ മാസസ് ആണുള്ളത്. ഓക്കെ, സോ
3 identical masses, each of 1 kg, എല്ലാത്തിൻ്റെയും വാല്യൂ 1 kg ആണ്. ലൈ ഓൺ ദ XY പ്ലെയിൻ, XY പ്ലെയിനിൽ ലൈ ചെയ്യുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദ ഒറിജിൻ ചോദിച്ചിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ XY പ്ലെയിൻ എന്ന് വിചാരിക്കുക. ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ പ്ലെയിൻ. ഓക്കെ, സോ എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. ഇവിടെ ആദ്യത്തെ ബോഡി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനിലാണ് 0,0. അടുത്തത് എന്നാ 0.2, 0, 0,0.2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്. ഓക്കെ, എല്ലാം എന്നാണ് സംഭവം MN ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. റിയലി സോറി. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ദ ഓപ്ഷൻസ് ഹിയർ. സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ മാറിപ്പോയതാണ്, ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതാം, നിങ്ങൾ സോൾവ് ചെയ്തോളൂ. 1.67 into 10 raised to minus 9 I plus j Newton. 3.34 into 10 raised to minus 10 I plus j into n. Next is 1.67 into 10 raised to minus 9 j. Okay, so I minus j newtons, and last one is 3.34 into 10 raised to minus 9 I minus j newton. നിങ്ങൾ ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓപ്ഷൻസിൽ ഐയും ജെൻ്റെയും കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവേണ്ടത്. ഓക്കെ, സോ ദർ ആർ 3 ഐഡന്റിക്കൽ മാസസ്. ഞാൻ പറഞ്ഞ പോലെ 3 സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ സോറി ഫോർ ചേഞ്ചിങ് ദി ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട് റെസ്പോണ്ടിങ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1.67 10 raised to minus 9 I plus j n. 3.34 into 10 raised to minus 10 I plus j n. 1.67 into 10 raised to minus 9 I minus j n. 3.34 into 10 raised to minus 10 I minus j n. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര വരുക? ഇവിടെ ഏകദേശം 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ് അല്ലേ. അതേപോലെ ഇവിടെ 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ് അല്ലേ, 0.2 മീറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ എല്ലാം നമ്മൾ ഐഡന്റിക്കൽ മാസ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് ഇത് M ആണ്, ഇതും M ആണ്, ഇതും M ആണ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ F എന്തായിരിക്കും? F എന്ന് പറയുന്നത് G into m/r² ആയിരിക്കും അല്ലേ. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ എന്തായിരിക്കും? G into m/r² ആയിരിക്കും അല്ലേ. ആണ്. ഇവിടെ ഒറിജിനിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? F net will be equal to this force. ഇതിനെ F1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് F2 എന്ന് കൊടുക്കാം. F1 plus F2 ആയിരിക്കും ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സ് വിൽ ബി F1 plus F2. ഇവിടെ F1 ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ F1 acts towards, ഓക്കെ, സോ ഇവിടെ F1 ആക്ട് ചെയ്യുന്നത് J ഡയറക്ഷനിലാണ് അല്ലെ. ആക്ട്സ് ടുവേർഡ്സ് J ആൻഡ് ദിസ് ആക്ട്സ് ടുവേർഡ്സ് I. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്താന്നറിയോ? എന്നാ F2I പ്ലസ് F1 J എന്ന് എഴുതാം. എക്സ് വൈ ഡയറക്ഷനിൽ മാത്രമേ ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് F അറിയാം, എന്തായിരുന്നു? F is equal to G into m അല്ലെ. m എന്നുള്ള m² എടുത്തു, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 0.2² ആണ്. അപ്പോൾ ഏകദേശം എത്ര വരൂ? 6.67 into 10 raised to minus 11 into 1² ആണ് ഡിസ്റ്റൻസ് വരിക അല്ലെ. യൂണിറ്റ് മാസ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 1 kg എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ബൈ 0.2². ഓക്കെ, 0.04. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.67 into 10 raised to minus 9 കിട്ടും. ഡയറക്ഷൻ എന്താ? I plus j ന്യൂട്ടൺസ് ആയിരിക്കും. ഏതാ ആൻസർ വരിക? പയ്യും ജയും കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മാസ് അറ്റ് ദ ഒറിജിൻ ആണ്. ഈ രണ്ട് മാസും ഈ ഒറിജിനിലുള്ള മാസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് ഈ മാസിന്റെയും കോൺട്രിബ്യൂഷൻ ആയിരിക്കും.
മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും ഒന്ന് ഐ ഡയറക്ഷനിലാണ്, ഒന്ന് ജെ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആൻസർ? എ. ഓക്കെ, ഇത് എ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? സ്റ്റെപ്സ് നോട്ട് ചെയ്തോ? ജസ്റ്റ് സ്റ്റെപ്സ് മാത്രം നോട്ട് ചെയ്യുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊരു 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഷെയർ ചെയ്തതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷന്റെ അപ്ലിക്കേഷൻ ആണ് ഈ പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം കാണുമ്പോൾ ഐയും ജെയും ഒക്കെ കണ്ട് നിങ്ങൾ പേടിച്ചു പോകരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ആ ഡയറക്ഷനും കൂടി അവിടെ എഴുതിയേ ഉള്ളൂ. ഓക്കെ, സോ നൗ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ യു ആർ ഹാവിങ് 3 ഐഡന്റിക്കൽ മാസസ് എം. ഓക്കെ, അപ്പൊ 3 മാസ് ഉണ്ട്, എം ആണ് മാസ്, ഒരേ മാസാണ്. ഓക്കെ, ആർ കെപ്റ്റ് അറ്റ് ദ വെർട്ടിസസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ. ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്. ഇതെല്ലാം എം തന്നെയാണ്. എം എം എം. ഇവർ എവിടെ വെച്ചിരിക്കുന്ന അറിയോ? നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വെർട്ടിസസിൽ അങ്ങ് കൊണ്ടേ വെച്ചിട്ടുള്ള. ഓക്കെ, സോ ഓഫ് സൈഡ് എ. എ ആണ് ഓരോ സൈഡും കേട്ടോ. ഓരോ സൈഡിന്റെ നീളം എ ആണ്. പിന്നെ അറിയുന്ന എക്സ്ട്രാ പോയിന്റ് ഇത് 60 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട്. ഓക്കെ ഓക്കെ, ഫൈൻഡ് ദ ഫോഴ്സ് ഓഫ് എ ഡ്യൂ ടു ബി ആൻഡ് സി. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ എ എന്ന് എടുക്കുന്നു, ഇതിനെ ബി എന്ന് എടുക്കുന്നു, ഇതിനെ സി എന്ന് എടുക്കുന്നു. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ഡൗൺ ദി ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ എഴുതി വെക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് √3gm² by a square j, √2gm² by a square minus j, √3gm² by a square minus j, none of this. ഈ മൈനസ് ജെ പ്ലസ് ജെ എന്നൊക്കെ കാണുന്നത് ഡയറക്ഷൻ ആണ് കേട്ടോ. ഈ ഭാഗത്തേക്കാണ് ആക്ട്, ഇപ്പൊ താഴോട്ടാണ് കുത്തി ആക്ട് ചെയ്യുന്ന പ്ലസ് ജെ ആയിരിക്കും, മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് ജെ. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാനൊരു ട്രയാങ്കിൾ ഉള്ളൂ. ഓക്കെ, എല്ലാ മാസവും സെയിം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ സമ്മയായിരിക്കും. ഇവിടെ ഇപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അല്ലെ, ഒരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട്, അത് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, തീറ്റ എത്രയാ? 60 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്ക് ആറിന്റെ ഇക്വേഷൻ അറിയാം. R = √a² + b² + 2ab cos θ എന്നുള്ളത് അറിയാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോൾ a² b² എല്ലാം എഫ് തന്നെയാണ് അല്ലെ. ഒരേ ഫോഴ്സ് ആണ്, ഒരേ മാസ് ആണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഫോഴ്സ് സെയിം അല്ലേ. ഇവിടെ f² + f² + 2 × f² cos of 60 വരും. നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് √ എന്ത് വരും? 3f കിട്ടും ആൻസർ. ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. ഒരു ഇക്വിലാറ്ററൽ ആംഗിളിന്റെ അപ്പുറത്ത് 3 ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ √3f ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എവിടത്തേക്ക് പോകുന്നെങ്കിൽ എ അല്ലെങ്കിൽ സി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നോക്കേണ്ടത്, അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഫൈൻഡ് ദ ഫോഴ്സ് ഓഫ് എ ഡ്യൂ ടു ബി ആൻഡ് സി. ഓക്കെ, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് എ ഡ്യൂ ടു ബി, ഒന്ന് ഇങ്ങോട്ടുമാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. സോ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടൊക്കെ ആക്ട് ചെയ്യുക? ഇങ്ങോട്ടായിരിക്കും റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വരുന്നുണ്ടാവുക. ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ 60 ഡിഗ്രി, അത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഒന്ന് ലോജിക് ഉപയോഗിച്ച് നോക്കിയേ, ഏതായിരിക്കും ആൻസർ വരിക? √3gm² by a², yes exactly, into -j. -j എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോ ചില കുട്ടികൾക്ക് ആൻസർ മനസ്സിലാവുന്നുണ്ടാവും, ചിലർക്ക് കത്താൻ കുറച്ച് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്, കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് ജസ്റ്റ് കാണുക കേട്ടോ. വീഡിയോ റെക്കോർഡിംഗ് ഒന്നുകൂടി കാണുക, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുമോ? Downwards. Okay, can we go to next question? Question നോട്ട് ചെയ്യണ്ട, ഞാൻ
വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് പോലെ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യേണ്ട, വീഡിയോ ഞാൻ ഷെയർ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. 4 ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എം, 2m, 3m, 4m ആർ കെപ്റ്റ് ഇൻ സീക്വൻസ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. അപ്പൊ 4 പാർട്ടിക്കിൾ എടുത്തിട്ട് ഒരു സ്ക്വയറിന്റെ ഓരോ കോർണറിലും വെച്ചിട്ടാണ്. സ്ക്വയറിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് a ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മാസ് m പ്ലേസ്ഡ് അറ്റ് സെന്റർ. ആ സ്ക്വയറിന്റെ നടുക്ക് വെച്ച പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ്. ഇതാണ് നിങ്ങളെ സിറ്റുവേഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഓരോ ഭാഗത്തിന്റെയും ഡിസ്റ്റൻസ് a ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗം m, ഭാഗം 2m, ഈ ഭാഗം 3m, ഈ ഭാഗം 4m. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ നടുക്കൊരു മാസ് m ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ഡൗൺ ദ ഓപ്ഷൻസ്. ഫസ്റ്റ് ഈസ് 24 m square g by a square. This is 6 m square g by a square. ഇത് 0, ഇത് 4 √2 g m square by a square. ഓക്കെ, ഓക്കെ അല്ല. ഇതിൽ ഞാനൊരു ഹിന്റ് പറഞ്ഞുതരാം. 2 ഈക്വൽ ഫോഴ്സസ് ആണെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടും എങ്ങോട്ടായാലും രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഈ 2 ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ യു ഹാവ് 2 ഫോഴ്സസ് എഫ് ആൻഡ് എഫ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വിൽ ബി √2f ആയിരിക്കും. ഇത് നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ്. ഇവിടെ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ cos ഓഫ് 90 വന്നു. അപ്പോൾ എന്ത് വന്നു? cos ഓഫ് 90 എന്ന് പറയുന്നത് cos 90 സമം 0 ആണ് അല്ലെ. അപ്പോൾ √r എന്ത് വരും? റിസൾട്ടന്റ് വിൽ ബി √f² പ്ലസ് f². അല്ലെങ്കിൽ നമുക്ക് വരിക r √2f വരും. ഓക്കെ, ഇതാണ് ഇവിടെയും ഉപയോഗിക്കേണ്ട. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ലോജിക്. √2f ആയിരിക്കും റിസൾട്ടന്റ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ f എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇത് വളരെ ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇവിടെ m എന്നുള്ളൊരു മാസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2m ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതേപോലെ 3m എന്നുള്ളതിനെ m + 2m എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് 2m + 2m എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കണക്കാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഭാഗത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആരൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഈ ഭാഗത്തേക്ക് ഒരു m എന്നുള്ള ഒരു മാസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഒരു 2m എന്നുള്ള മാസ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിച്ചോളൂ. ഓക്കെ, അതേപോലെ ഇങ്ങോട്ടേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? m എന്നുള്ളൊരു മാസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് ഒരു 2m ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു 2m ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ജസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമാണ്. 2m ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയറിന്റെ കോർണറിലേക്കുള്ള ലെങ്ത് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് ജോമെട്രിയിലൊക്കെ പഠിച്ചതാണ്. അത് a/√2 ആയിരിക്കും. a ആണ് ലെങ്ത് എങ്കിൽ a/√2 ആയിരിക്കും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഈസ് എ ബേസിക് 10th സ്റ്റാൻഡേർഡ് തിങ്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. a/√2 ആയിരിക്കും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ a ആണ് ഡിസ്റ്റൻസ് എങ്കിൽ കേട്ടോ, ഈ ഡിസ്റ്റൻസ് a എടുത്തോണ്ടാണ് a/√2 വന്നത്. ഓക്കെ, സോ നൗ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കിത് ജസ്റ്റ് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ ഒരു 2m ഇവിടുത്തെ 2m വെട്ടിപ്പോയിന്ന് വിചാരിച്ചു. ഇവിടുത്തെ m ഇവിടുത്തെ m വെട്ടിപ്പോയിന്ന് വിചാരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 2m ഫോഴ്സും ഇങ്ങോട്ടൊരു 2m ഫോഴ്സും ഇങ്ങോട്ടൊരു 2m ഫോഴ്സും അല്ലെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെ. അതായത് എഫും തുല്യമാകുന്ന ഒരു അവസ്ഥ അല്ലെ. ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത്രയും ഹിന്റ് വന്നു. ഇനി നിങ്ങൾ ആൻസർ പറ. എന്താ വരികയെന്ന്? ഒന്നുമില്ല, എഫിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. √2f ആയിരിക്കും ആൻസർ. √2f ആയിരിക്കും. ഞാൻ √2f വരാനുള്ള കാരണമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, സോ
എന്ത് വരും? F is equal to G into 2mm by R ന് പകരം A by root 2 the whole square. F is equal to G into 4G into M square എഴുതി കൂടെ by A by root 2 the whole square. നമുക്കറിയാം R is equal to എന്തായിരിക്കും? root 2 times EF ആയിരിക്കും. എത്ര ആൻസർ വരിക? Okay, very good. C. Okay. So the answer will be 4 root 2 GM square by option C is the correct answer. 4 root 2 GM square by A square. Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഏകദേശം മനസ്സിലായില്ല. വീഡിയോ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ 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 അല്ലേ? Okay, so what we will do is next we will pass on to the acceleration due to gravity. Acceleration due to gravity. അല്ലേ? എന്തായിരുന്നു അതിന്റെ ചിഹ്നം? സ്മോൾ ലെറ്റർ G. Acceleration due to gravity. Okay, so നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ acceleration due to gravity നോക്കാം. നമ്മളെ പഴയ ഒരു സാധനം ഉണ്ട് അല്ലേ? This is our apple. Okay, so apple താഴേക്ക് ഒരു weight ഉണ്ട്. This is mg. Okay, ഇവിടെ g is equal to 9.81 meter per second square ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ അടിസ്ഥാനപരമായ ഇക്വേഷൻ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് is equal to mass into acceleration ആണ്, or acceleration is equal to force by mass അല്ലേ? ഇവിടെ if the acceleration happens due to gravity, gravity കാരണമാണ് acceleration നടക്കുന്നെങ്കിൽ this a called as acceleration due to gravity. So g is the acceleration due to gravity, or it is the acceleration which is caused due to the gravitational force. അതാണ് G അല്ലേ? അപ്പൊ നമുക്ക് F ന്റെ ഇക്വേഷൻ അറിയാം. F is equal, അപ്പൊ G is equal to എന്തായിരുന്നു സംഭവം? F by M ആണ്. F നമ്മൾ ഇത്ര നേരം നോക്കി. F is equal to എന്തായിരുന്നു? GMM അല്ലേ? MM by R square ആണെന്ന് വിചാരിച്ചോളൂ. Okay, so you will be getting the equation for G is equal to എന്തായിരിക്കും? GMM by okay mass into R square, or G is equal to GM by R square. അതായത് വലിയ ബോഡിന്റെ മാസ്. ഓക്കെ, അപ്പോ ഇതില് മെയിൻ ആയിട്ട് എർത്തിന്റെ സർഫസിലാണ് ബോഡി ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? ഇക്വേഷൻ എർത്തിന്റെ റേഡിയസ്, അപ്പൊ റേഡിയസ് ഓഫ് എർത്ത് ഈക്വൽ ടു ആർ ആണെന്ന് വിചാരിച്ചോളൂ. എർത്തിന്റെ ഓൺ സർഫസ് വാട്ട് ഹാപ്പൻസ് ഇസ് G is equal to GM by R square ആണ് വരിക. ഓക്കെ, വേർ R is the radius of എർത്ത് ഭൂമിയിൽ മുട്ടിയിട്ടില്ല, നമ്മൾ നിലത്ത് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ this equation will be like this. Okay, so this is one of the main equations that you have studied regarding the acceleration due to gravity. Gന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യവും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. Gന്റെ വാല്യൂ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? G is equal to G into mass of earth divided by radius of earth square അല്ലേ? mass of acceleration due to gravity in the universal gravitational constant value 6.67 into 10 raised to minus 11 ആയിരുന്നു. ഇത് എർത്തിന്റെ വെയിറ്റ് 6 into 10 raised to 24 കിലോഗ്രാം ആയിരുന്നു. ബൈ റേഡിയസ് ഓഫ് എർത്ത് 64,000 കിലോമീറ്റർ ആണ് കേട്ടോ. 6,400 കിലോമീറ്റർ ആണ് റേഡിയസ് ഓഫ് എർത്ത്. അപ്പൊ നമുക്ക് 64 into 10 raised to 5 മീറ്റർ എടുക്കാം. ഇതെല്ലാം കൂടി കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ജീന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആൻഡ് റേഡിയസ് ആയിരിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ പ്രോബ്ലം ഒന്നും ആയിരിക്കില്ല, ഡയറക്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഓക്കെ, സോ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. ഇതില് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ദിസ് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതെന്താ? ദിസ് ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിയർ ബൈ ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, നിയർ ബൈ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിന്റെ നിയർ ബൈയിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 9.8. എല്ലാ സ്ഥലത്തും G 9.8 ആണ്, അതുകൊണ്ട് ഇല്ല. ഓക്കെ, ഇനി കാൽക്കുലേറ്റർ കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ചില പരീക്ഷയിൽ, ഇപ്പോൾ ഇങ്ങനത്തെ എക്സാമിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലും UPSC പോലത്തെ എക്സാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ജീന്റെ വാല്യൂ 10 എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് എടുക്കണം. ഡയറക്റ്റ് 10 എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം, ഏകദേശം കട്ട് ചെയ്ത് പോകേണ്ട രീതിയിൽ തന്നാൽ. ഓക്കെ, നീറ്റിനും ഇതിനൊക്കെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
പിന്നെ അങ്ങനെ തന്നെ 9.8 തന്നെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഓർത്ത് വെക്കേണ്ടത് ജിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിയർ ദ സർഫസ് ഓഫ് എർത്ത് ആണ്. ജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഇൻടു ആ ഒരു എന്തായിരിക്കും റേഡിയസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എർത്ത് എന്ന് വിചാരിച്ചോളൂ, വലിയ എർത്താണ്. ഓക്കെ, ഈ എർത്തില് രണ്ട് ആരൊക്കെ ഉണ്ട്? ഈ രണ്ട് ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? പോളാണ് അല്ലേ, പോൾസ്. ഓക്കെ, സോ ദീസ് ആർ ദ പോൾസ്. ഈ നടുക്കേ കൂടി പോണ ആളാണ് എന്ത്? ഇക്വേറ്റർ. Okay, so you can see that the acceleration due to gravity g value at equator എന്ന് പറയുന്നത് 9.7 and g value at the pole is equal to 9.83 ആണ്. Okay, so what happens is നിങ്ങൾ പോളിൽ നിന്നും ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ what happens is acceleration due to gravity decreases. Okay, this is very important. Okay, this is the surface of earth സർഫസ് ആണ് ഇത് ഭൂമിയുടെ സർഫസ് ആണെന്ന് വിചാരിച്ചോളൂ. ദിസ് ഈസ് സെന്റർ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ജി ഡിക്രീസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോളിൽ നിന്ന് ഇക്വേറ്ററിൽ ആ വാല്യൂ തന്നെ നോക്കൂ. ഇവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 78 ആണ്, ഇവിടെ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എർത്തിന്റെ ഒരു കറങ്ങുന്നതിന് കാരണമുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ച്വലി ക്യാൻസൽസ് ഔട്ട് സ്ലൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്യാൻസൽസ് ഔട്ട് ഗ്രാവിറ്റി. അതുകൊണ്ടാണ് ഇത് പോളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇക്വേറ്ററിലുള്ളതിനേക്കാളും വളരെ വലിയ ഒരു ഇത് വാല്യുവേഷൻ ഒന്നും എന്താ പോളിലേക്ക് വരുന്നില്ല. ചെറിയൊരു മൈക്രോ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രം പോൾ ടു equator the acceleration due to gravity എന്താ ഡിക്രീസസ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, അതിൽ ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട് ഭൂമിയുടെ അല്ലേ. അപ്പോൾ ആ ഒരു രൂപ വ്യത്യാസം കാരണം പെർഫെക്റ്റ് സ്ഫിയർ ആണെങ്കിൽ അത് നമുക്ക് എവ്രിവെയർ ഇറ്റ് ഈസ് സെയിം എന്ന് പറയായിരുന്നു. അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു റീസൺ. രണ്ടാമത്തെ റീസൺ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്യാൻസൽസ് ഔട്ട് ദി ഗ്രാവിറ്റി. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ, പോൾ ടു ഇക്വേറ്റർ ജി ഡിക്രീസസ്. ഓക്കെ, top of the earth to the core, crust to core, acceleration due to gravity decreases. അങ്ങനെയാണെങ്കിൽ എന്നാ weight of a body at the center of the earth എത്രയായിരിക്കും? What will be the weight of the body at the center of the earth? What will be the weight of a body at the center of the earth? 0 ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് 0 വന്നത്? W is equal to mg ആണ്. mgയിൽ എന്നാ മാസ് ഒരിക്കലും മാറൂല കേട്ടോ, മാസ് 0 ആവില്ല. മാസ് എന്ന് പറയുന്ന മാറ്റർ കണ്ടന്റ്, അതിലൊന്നും വ്യത്യാസം വരുന്നില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെന്റർ ഓഫ് എർത്തിൽ എത്തുമ്പോഴേക്കും 0 ആവുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ W will be equal to m into 0 equal to 0. അപ്പോൾ എർത്തിന്റെ നടുക്ക് എന്തായിരിക്കും വെയിറ്റ്? ഭൂമിന്റെ നടുക്കേക്ക് എത്തുമ്പോൾ ഒരു വസ്തുവിന്റെ വെയിറ്റ് 0 ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് പോയിന്റ്സ്. ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. Okay, so this is a question. A spherical planet has a mass mp and dia dp. Okay, ഒരു സ്ഫെറിക്കൽ പ്ലാനറ്റ് ഉണ്ട് നിങ്ങളതിൽ. ഈ പ്ലാനറ്റിന്റെ മാസ് എം പിയും ഡയമീറ്റർ ഡി പി ആണ് കേട്ടോ. ഞാൻ ഇവിടെ പ്ലാനറ്റ് വരക്കാം. ദിസ് ഈസ് അവർ പ്ലാനറ്റ്. ഇയാളെ ഡയമീറ്റർ എത്ര തന്നിട്ടുള്ളത്? ഡയമീറ്റർ ആർ പി ഇസ് ഈക്വൽ ടു ഡി പി ബൈ 2 ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം, ഇതാ ഇതിന്റെ സർഫസിൽ ഒരു എം മാസ് ഉള്ള പാർട്ടിക്കിൾ ഓഫ് മാസ് എം falling freely near the surface of this planet will experience an acceleration due to gravity equal to എന്നാണ് ക്വസ്റ്റ്യൻ. യു വിൽ ഓപ്ഷൻസ് ഇതാണ് ജി. ഓക്കെ, സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. ജി എം പി ബൈ ഡി. ഒരു മിനിറ്റ്, ഫസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. Okay, so these are the options. First one is 4g m mass of planet ആണ് mp by dp square. Second option is g mp m by dp square. Third option is g mp by dp square. And fourth option is 4g mp m by dp square. Okay, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ നോക്കുക, കണ്ടുപിടിക്കാം. ഒന്നുമില്ല, എം മാസ് ഉണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, രണ്ട് ബോഡിയാണെന്നുള്ളത് അല്ലേ, ജി ഇൻറ്റു എം എം. എം ആദ്യത്തെ ബോഡിയുടെ മാസ് എന്താ, മാസ് ഓഫ് പ്ലാനറ്റ്. രണ്ടാമത്തെ ബോഡിയുടെ മാസ് എന്താ, എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. പ്ലാനറ്റിന്റെ സർഫസ് ഫ്രീലി ഫോളിങ് നിയർ ദ സർഫസ് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. യു ആർ ഷോൺ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീലി ഫോളിങ് നിയർ ദ സർഫസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം മറന്നു പോകരുത്. അപ്പോൾ ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് പ്ലാനറ്റ് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. കണ്ടുപിടിച്ചേ ആൻസർ എത്ര, ഏതാ ആൻസർ വരിക, ഏതാ ഓപ്ഷൻ വരിക? നോ, എ ആണോ? ഓക്കെ, നോക്കാം. സോ ദിസ് ഈസ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം തന്നിട്ടുള്ളത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം പി ഇൻറ്റു എം ബൈ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് വെച്ചും ചെയ്യാലോ. ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് ബൈ 2 ആണ് റേഡിയസ് അല്ലേ, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് വെച്ചാൽ ഈ 4 ഇവിടെ ഈ 2 4 ആയി, അത് മുകളിലേക്ക് പോയി അല്ലേ. ഈ എന്ത് സംഭവിച്ചു, ഡി പി സ്ക്വയർ ഇവിടെ വന്നു. ഓക്കെ, ആൻഡ് ഇ എമ്മും ക്യാൻസലായി, ക്യാൻസലായി. സോ യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എ അല്ലേ സംഭവം. അപ്പോൾ എ വിൽ ബി ഈക്വൽ ടു അല്ല എം ഇൻറ്റു ജി ആണോ, അതായാലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു യു വിൽ ബി ഗെറ്റിംഗ് 4g mp ബൈ ഡി പി സ്ക്വയർ. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോയിട്ട്, സോ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ എ ആണ് എങ്ങനെ കിട്ടിയെന്ന്? സോറി ഡി, ഞാൻ 4g mp ബൈ ഡി പി സ്ക്വയർ, എം പി എം മാറിപ്പോയില്ല, ഞാൻ എഴുതിയത് മാറിപ്പോയിട്ടില്ലല്ലോ. എമ്മും വെട്ടിപ്പോലേ, എമ്മും ക്യാൻസലായി പോലേ, മനസ്സിലായിട്ടില്ലേ? എന്തുകൊണ്ടാണ് എ ആയത് മനസ്സിലായോ? ഒന്നുകൂടി സ്റ്റെപ്സ് ചെയ്തണോ? (4g_mp by dp square) മനസ്സിലായല്ലേ? കുറച്ചാൾ ഡി എന്ന് കമന്റ് ചെയ്തിട്ട് കണ്ടു. ഡി വരൂലല്ലോ കേട്ടോ, ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം പി ഇൻറ്റു എം ബൈ ഡി പി സ്ക്വയർ ഇൻറ്റു 4 ഇവിടെ വന്ന് ഇ എമ്മും അല്ലേ, ഇ എമ്മും പോയി. അപ്പോൾ 4g mp by dp square, ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആൻസർ? അല്ല സോറി, എ അല്ലേ കറക്റ്റ് ആൻസർ അല്ലേ? മനസ്സിലായില്ലേ? എലീന് എന്ത് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായോ രണ്ടാമത് പറഞ്ഞത്? യെസ്, അങ്ങനെയാണ് എമ്മും വെട്ടിപ്പോയി കേട്ടോ. ഞാൻ മാസിൻ്റെ ആക്സിലറേഷൻ ഫോഴ്സിന് പകരം എടുത്തു. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നിർത്താം അല്ലേ. സോ വിൽ ബി ഡീലിംഗ് വൺ മോർ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോളൂ. ദ റേഡിയസ് ഓഫ് മൂൺ ഈസ് 1/4 ദാറ്റ് ഓഫ് എർത്ത്. മൂണിന്റെ റേഡിയസ് 1/4 ദാറ്റ് ഓഫ് എർത്ത് ആണ്, ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് 1/80 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. If g represents acceleration due to gravity on the surface of the earth, that on the surface of moon will be. ഇതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ പറയാ, പെട്ടെന്ന് പറയാം ആൻസർ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഡി, എത്ര പേരാ ഡിയിൽ നിൽക്കുന്നത്? ചെയ്തോക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ഇല്ലേ നമുക്ക്, ജി എം ബൈ ആർ സ്ക്വയർ. കുറെ ആൾ ബി പറയുന്നുണ്ട്. ഓക്കെ, ബി. ഓക്കെ, സോ നിങ്ങളിത് നോക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ്റെ അപ്പുറം ഒന്നും ഇതിൽ പഠിക്കുന്നില്ല. ഓക്കെ, അതിൽ ഇവിടെ നോക്കേണ്ട കാര്യം ഫസ്റ്റത്തെ ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ, ഇപ്പം നമുക്ക് എർത്തിൻ്റെ കേസ് എടുക്കാം. ഓക്കെ, സോ എർത്തിൻ്റെ കേസിൽ ജി എർത്ത് എന്ന് എടുക്കാം. ഓക്കെ, ഇപ്പുറത്തെ ഭാഗത്ത് മൂണിൻ്റെ കേസിൽ ജി മൂണെന്നും എടുക്കാം. ഓക്കെ, എർത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ബൈ
റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ ആണ്. ഓക്കെ, മൂണിൻ്റെ കേസിലാകുമ്പോൾ ഇക്വേഷൻ എന്നാ ജി ഇൻറ്റു മാസ് ഓഫ് മൂൺ ബൈ റേഡിയസ് ഓഫ് മൂൺ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് രണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാം, മാസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് മൂണിൻ്റെ മാസ് ഈസ് ഈക്വൽ ടു 1/4 ദാറ്റ് ഓഫ് എർത്ത് ആണ്. അതായത് മാസ് ഓഫ് എർത്ത് ബൈ 4 ആണ്. ഓക്കെ, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്താ, സോറി റേഡിയസ് അല്ലേ പറഞ്ഞേ. ഓക്കെ, സോ ഇതില് മാസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് മൂൺ എർത്ത് പിന്നെ മാസ് ഈസ് 1/80 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. അപ്പോൾ എർത്തിന്റെ ഭാരത്തിന് 1/80 മൂണിന്റെ ഭാരമുള്ളൂ. അതായത് മാസ് ഓഫ് എർത്ത് ബൈ 80 ആണ് മൂണിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് മൂൺ ഈസ് 1/4 RM എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസിന്റെ ബൈ 4 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായിരിക്കും ഞാൻ കറക്റ്റ് ആൻസർ ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ ബി ആയിരിക്കും ആൻസർ അല്ലേ. എങ്ങനെ ബി വന്നു നോക്കാം, നമുക്ക് എങ്ങനെ ബി വന്നു നോക്കാം. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ജി മൂൺ is equal to G into mass of moon എന്താ ME by 80, okay, divided by radius of moon R earth by 4 the whole square. Okay, so you are solving this, you will be getting G into ME by 80 into 16 by R even അല്ലേ, ഈ സ്ക്വയർ വരും. ഓക്കെ, സോ ഇതെല്ലാം കൂടി കിട്ടി പോകുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 115 16 5 പ്രാവശ്യം പോവാം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1/5 ഇൻറ്റു ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ. ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ഇൻറ്റു 1/5 ആണ് ജി ഓഫ് മൂൺ അല്ലേ. സോ ഹിയർ യു നോ ദാറ്റ് ദിസ് ഹോൾ ടേം അല്ലേ, ഈ മൊത്തം സാധനം ആരാണ്, ദിസ് ഈസ് ജി ഓഫ് എർത്ത്. ഓക്കെ, സോ യുവർ ആൻസർ വിൽ ബി ജി ബൈ 5. മനസ്സിലായോ? So the answer will be B, option B, G by 5. Okay, so നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. There are still more topics remaining in gravitation. What we will do is, if you get a separate section, in case college reopen ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ ഒരു പിന്നെ ക്രാഷ് കോഴ്സ്, റെസിഡൻസ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തുടങ്ങാൻ അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വരാം. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പരിധിയുണ്ട്. എല്ലാവർക്കും അവരുടെ ഡാറ്റയും ഡാറ്റാ ബാലൻസും അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ ചെയ്ത ഒരു 10 ക്വസ്റ്റ്യനിൽ ഒരു മാതിരി എല്ലാം കുറേ കോൺസെപ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാനാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ജനറൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, സോ റെക്കോർഡിങ് ഞാനിപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇതിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ മൈക്രോഫോൺ ഓൺ ആക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ മൈക്രോഫോൺ ഓൺ ആക്കിയിട്ട് പറയാം. അപ്പം ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. ഓക്കെ, പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വോയിസ് മെസ്സേജ് അയക്കരുത് ദയവ് ചെയ്ത്, പിന്നെ ടൈപ്പ് ചെയ്തിട്ട് അയക്കാം. ഓക്കെ, ഡൗട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ പ്ലീസ് പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കാണണം. ഒരു പ്രാവശ്യം കൂടി വീഡിയോ കാണുക, വീഡിയോ കാണാതെ നിൽക്കരുത്. ഓക്കെ, പ്ലീസ് വാച്ച് ദ വീഡിയോ വൺസ് അഗൈൻ. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു 10 മിനിറ്റ് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പം തന്നെ വീഡിയോ കാണുക, എന്നാൽ ഇന്ന് ഇത് പ്രാക്ടീസ് ആവും. അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ തന്നെ